നമ്മുടെ ഇറ്റാച്ചിക്ക് നമ്മുടെ ഓബിറ്റോനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? സോ ഇത് എല്ലാവർക്കുള്ളൊരു ഡൗട്ടാണ്. നമ്മളിന്ന് ഇതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പായിട്ട് നമ്മുടെ 30 ഡേയ്സ് ചാലഞ്ചിൻ്റെ 12th ഡേ ആണ് ഇന്ന്. ഇപ്പോൾ നമ്മുടെ ചാനൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. തുടങ്ങുമ്പോൾ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ദൂരം വരാൻ പറ്റിയത്. പക്ഷേ നമുക്ക് നമ്മുടെ ടാർഗറ്റ് വെച്ചതുപോലെ തന്നെ 10K 30 ഡേയ്സിനുള്ളിൽ അടിക്കണമെങ്കിൽ ഇതിലും നല്ല രീതിക്ക് നമുക്ക് സപ്പോർട്ട് വേണ്ടി വരും. സോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സോ ഞാനധികം പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇറ്റാച്ചിനെ കുറിച്ച് തന്നെ നോക്കാം. നമുക്കറിയാം ഇറ്റാച്ചി ഉച്ചിയ ഏജ് ഓഫ് 14 തന്നെ തൻ്റെ മങ്കയ്ക്ക് ശരിയായ വേക്കം ചെയ്യുകയും അതുപോലെ തന്നെ ആൻബുവിൻ്റെ ഹെഡാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 4ാം വയസ്സിൽ തന്നെ ഒരു ഹൊക്കാഗേനെ പോലെയാണ് ചിന്തിച്ചതെന്നൊക്കെ നമ്മുടെ ഹിറൂസൻ പറയുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ 4th ഗ്രേഡ് നിഞ്ച വാറിൽ ഒരു ഷിനോബിനെ ഈസി ആയിട്ട് നമ്മുടെ ഇറ്റാച്ചി ഉജിയ കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ചുനീൻ എക്സാമിലൊക്കെ ഒറ്റക്കാണ് നമ്മുടെ ഇറ്റാച്ചി പങ്കെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തത്. സോ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇറ്റാച്ചി തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ജിഞ്ചായിരുന്നു. പിന്നെ നമ്മുടെ ഇറ്റാച്ചിയുടെ കയ്യിലുള്ള മെയിനായിട്ടുള്ള ജുഡ്സൂസി സുക്കിയോമിയും അതുപോലെ തന്നെ തൻ്റെ സൂസനുമാണ്. ഇത് രണ്ടും നമ്മുടെ ഇറ്റാച്ചിക്ക് നല്ല രീതിക്കുള്ള പവർ ബൂസ്റ്റ് തന്നെ നൽകുന്നുണ്ട്. നമുക്കറിയാം ഇറ്റാച്ചിയുടെ ടോട്ട്സ്കാ ബ്ലേഡ് കൊണ്ട് ടച്ച് കിട്ടിയാൽ തന്നെ അവർ സീലാവും പെർമനൻ്റ് ആയിട്ട്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ഇറ്റാച്ചിക്ക് വലിയ രീതിക്കുള്ള അഡ്വാൻറ്റേജ് തന്നെ ഏതൊരു ഫൈറ്റിലും നൽകും. അതിപ്പോൾ ഏതൊരു ഓപ്പണൻ്റ് ആയാലും. ഇതേ സമയത്ത് നമ്മുടെ ഓബിറ്റോനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ നമ്മുടെ നറൂട്ടോനെ പോലെ തന്നെ വളരെ വീക്കായിരുന്നു നമ്മുടെ ഓബിറ്റോ. പക്ഷേങ്കിൽ നമ്മുടെ മാരറൗച്ചിയ നമ്മുടെ ഓബിറ്റോന് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഓബിറ്റോ ചെറിയൊരു ടൈം തന്നെ വളരെ സ്ട്രോങ് ആയി മാറിയത് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല എക്സ്പെഷ്യലി നമ്മുടെ റിന്നിൻ്റെ മരണത്തിന് ശേഷമാണ് ഓബിറ്റോ വളരെ സ്ട്രോങ് ആയി മാറുന്നത്. റിന്ന് മരിച്ച ആ സമയത്ത് തന്നെ ഓബിറ്റോ മങ്കയ്ക്ക് ശരിക്കും എവേക്കൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതിനുശേഷം നമ്മുടെ ഓബിറ്റോ ചെയ്ത കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ലീഫ് വില്ലേജിൽ വന്ന് 9 ഡേയിൽ ഞാൻ സമൺ ചെയ്ത് പിന്നെ നമ്മുടെ ഓബിറ്റോ നമ്മുടെ 4th ഹൊക്കാഗെ മിനിറ്റുമായിട്ട് ഫൈറ്റ് ചെയ്ത് പക്ഷേങ്കിൽ അതിൽ നമ്മുടെ ഓബിറ്റോ ഡിഫീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊരു വലിയ ഫീറ്റ് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഓബിറ്റോയും ഇറ്റാച്ചിയും തങ്ങളുടെ 14ാമത്തെ വയസ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഓബിറ്റോയുടെ മെയിൻ എബിലിറ്റി കാമോയി. നമുക്കറിയാം വളരെ ബ്രോക്കൺ ആയിട്ടുള്ളൊരു എബിലിറ്റിയാണ്. ഇതിന് ചെറിയൊരു വീക്ക്നെസ് ഉണ്ടെങ്കിലും ആ ഒരു വീക്ക്നെസ് സാധാരണ ഷിനോബീസിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിക്കുള്ളൊരു അഡ്വാൻറ്റേജ് നമ്മുടെ ഇറ്റാച്ചിയുമായിട്ടുള്ള ഫൈറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ ഇറ്റാച്ചി എന്തായാലും ഒരു വീക്ക്നെസ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും. നമുക്കറിയാം ഇറ്റാച്ചി വളരെ ജീനിയസ് ആയിട്ടുള്ളൊരു ഷിനോബിയാണ്. പിന്നെ ഈ ഒരു ഫൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 തരത്തിൽ നമുക്ക് ഈ ഫൈറ്റിനെ കാണാൻ കഴിയും. ഇത് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഓബിറ്റോനായിരിക്കും ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇറ്റാച്ചിക്ക് ഓൾറെഡി ഇൽനെസ് കാരണം നമ്മുടെ ഇറ്റാച്ചിയുടെ ചാക്ര വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ആയിട്ടുള്ള ഫൈറ്റ് നമ്മുടെ ഇറ്റാച്ചി ചെയ്യുകയാണെങ്കിൽ ഇറ്റാച്ചി തീർച്ചയായിട്ടും തൻ്റെ ചാക്ര ഡ്രെയിനായിട്ട് തന്നെ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സംഭവമാണ് നമ്മുടെ സാസ്കേനോട് ഇറ്റാച്ചി ഫൈറ്റ് ചെയ്തപ്പോൾ നടന്നത്. പക്ഷേ ഈ ഒരു ഫൈറ്റ് ഷോർട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഇറ്റാച്ചി അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റാച്ചിക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഇതിന് നമ്മുടെ ഇറ്റാച്ചിനെ സഹായിക്കുന്ന ആകെയുള്ളൊരു സാധനം നമ്മുടെ സുക്കിയോമിയാണ്. അതിൽ നമ്മുടെ ഓബിറ്റോനെ ട്രാപ്പ് ചെയ്ത് അതിനുശേഷം തൻ്റെ സൂസന ഉപയോഗിച്ച് സീൽ ചെയ്ത് കളയാൻ പറ്റുന്നതേ ഉള്ളൂ ഓബിറ്റോനെ. പക്ഷേങ്കിൽ ഇവിടെയും നമ്മുടെ ഓബിറ്റോ വെറുതെ ഒന്നും നിൽക്കില്ല. ഓബിറ്റോയുടെ കയ്യിലും നല്ല രീതിക്കുള്ള പവർഫുൾ ആയിട്ടുള്ള കൗണ്ടർ മൂവ്സ് ഉണ്ട്. കാമുയി അതുപോലെ തന്നെ തൻ്റെ കയ്യിൽ ഷരിങ്കാനുണ്ട്. അതുകൊണ്ട് ഒരു ഗെൻജിറ്റ്സുൽ വീഴ്ത്തുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. പക്ഷേങ്കിൽ നമ്മളിവിടെ ഒരു കാര്യം മറക്കരുത്. ഓബിറ്റോയുടെ കയ്യിൽ നമ്മുടെ ഹാഷിറാമ സെൽസ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഇറ്റാച്ചിയുടെ കയ്യിൽ നമ്മുടെ ഷിസുയിയുടെ മങ്കയ്ക്കു ഷരിങ്കാനുണ്ട്. നമ്മുടെ ഇറ്റാച്ചി അത് അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓബിറ്റോന് ഒരു കാരണം വെച്ചാലും വിജയിക്കാൻ പറ്റില്ല. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റാച്ചി ഈ ഫൈറ്റ് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇറ്റാച്ചി ജയിക്കൂ. അല്ലാതെ ഇതൊരു ലോങ് ഫൈറ്റായി മാറുകയാണെങ്കിൽ നമ്മുടെ ഓബിറ്റോ തന്നെ വിജയിക്കുന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അനുഭവിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് വെച്ചിട്ട് എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.